ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഐഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുക കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നും കാലത്തിന് നമ്മുടെ തുടർക്കഥയായ ദോശയാണ് കേട്ടോ. ദോശ മാത്രമല്ല കേട്ടോ, കൂടെ നമ്മുടെ കൊച്ചൂസിന് ഇതാ ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭൂരി ഉണ്ടാക്കിയൊന്നും ഫസ്റ്റ് ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. രാവിലെയൊക്കെ ഓരോ തിരക്കിലായിരിക്കും. പിന്നെ വീഡിയോ നമ്മൾ തന്നെ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഭൂരി അങ്ങനെ ഉണ്ടാക്കി. ചില ദിവസങ്ങൾ ഭൂരി അതിൻ്റെ കൊച്ചൂസിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കാരണം എന്നും ദോശയായ മക്കൾസിനൊരു ചടപ്പല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്ര വലിയ വിവരങ്ങളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണോ മുമ്പാണോ എന്നൊരു ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അത് കർമ്മയ്ക്ക് ഇവിടെ പൊന്നാനിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയ വീഡിയോ ആണ്. അപ്പോൾ അത് കുറേ ദിവസമായി വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. കാരണം നമുക്ക് നമ്മളെ കൂടെ എന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമ്മളെന്നും ചേർത്ത് നിർത്തണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ രേണുസുതിക്ക് തന്നെ പലരും പല കുറ്റങ്ങളും പല തരത്തിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ അതിനൊരു അസുഖം വന്നപ്പോൾ എത്ര മനുഷ്യന്മാരാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അതാണ് മനുഷ്യർ. അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കുറ്റം കുറേയൊക്കെ പറഞ്ഞ് നടന്നാലും ചേർത്ത് പിടിക്കുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യർ പറഞ്ഞാൽ മനസ്സിലാക്കാനും എല്ലാത്തിനുമുള്ളൊരു കഴിവുള്ളവരാണ്. അപ്പോൾ എനിക്ക് രേണുസുതിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മളവരെ ഒരു നെഗറ്റീവ് കമൻറ്റോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പിന്നെ ഒരു ജോലിയും കാര്യമൊന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നെ നമ്മുടെ ചില ഈ കുത്തിത്തിരിപ്പിൻ്റെ പെണ്ണുങ്ങൾ തന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ടാവും കേട്ടോ. അവൾ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച്, അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പറയുന്ന ഒരാൾക്കും ഒരു 5 പൈസ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാവും അവർ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ജോലിക്കായാലും വേറെ എന്തിലേക്കായാലും ഇങ്ങനെ തിരഞ്ഞ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ടാവും, നമ്മളെ കുറ്റം പറയുന്നവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ തന്നെ വേണം കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. കൂടെ ആൾക്കാരുണ്ടെങ്കിലും അതും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ തക്കാളി കൂട്ടാനും കോഴിമുട്ട ഓംലേറ്റും പിന്നെ ഉരുളങ്കിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരി വേണം കേട്ടോ. കാരണം ഞാനിന്ന് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ താത്താൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന കുറേ താത്തമാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആയിഷത്ത അനുസരിയത്ത അങ്ങനെയുള്ളവർ കേട്ടോ. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സായ കുറച്ച് പേരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ കൊച്ചൂസിൽ നിന്ന് കിസ് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഷോ ഒന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ അവിടെ കണ്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ കർമ്മയ്ക്ക് പോയ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് എന്തായാലും വീഡിയോ എടുത്തിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓർമ്മ കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം കുറേ മനസ്സിൽ ഒന്നൊരു സന്തോഷം തോന്നിയ ദിവസങ്ങളായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും അവിടുത്തെ ഏട്ടനും എല്ലാവരും കൂടിയിട്ട് കടയിലൊക്കെ കയറി നല്ല പൊന്നാനി സ്പെഷ്യലായ പഴംപൊരിയും മുട്ട ബജ്ജിയും പിന്നെ കട്ട്ലേറ്റും സമോസയും ഒക്കെ വാങ്ങിച്ച് തിന്നിട്ടോ. 100 രൂപയിൽ ഒതുങ്ങണാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് എന്നെങ്കിലുമൊക്കെ കേട്ടോ, എന്നുമല്ല, ഒരു കൊല്ലത്തിലൊരു വർഷമെങ്കിലും ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാട്ടോ. നമുക്ക് അതൊന്നും സാധിക്കില്ല, പക്ഷേ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കട്ടോ. കാരണം ജീവിതം പറഞ്ഞ് ചെറുതാണ്. എന്നാണ് തട്ടിപ്പോകാമെന്നും പറയാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ പോലെ നാളേക്കെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കും തോന്നുന്നത് എന്താണ്, ജീവിതം നമ്മൾ ജീവിക്കുക, നമുക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കുക. നമ്മളെ മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ജീവിക്കുക.
അങ്ങനെയൊക്കെ ആയിരിക്കും ഈ രേണുസുതിയൊക്കെ ജീവിതം അടിച്ച് പൊളിക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കർമ്മയ്ക്ക് പോയിട്ട് വീഡിയോ എടുക്കുക വെച്ചൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ പൊന്നാനി വന്നവരോ കർമ്മയിലൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയി കുറച്ച് നേരം പാർക്കിലിരുന്നു, കുറേ നേരം അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് നോക്കി ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഇങ്ങനെ നടന്നു കേട്ടോ. വണ്ടി കിട്ടിയിട്ടുണ്ട്, എൻ്റെ വണ്ടി ഓട്ടോ വിളിച്ച് വന്നിട്ട് പിന്നെ ഓട്ടോ പറഞ്ഞയച്ചിട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണതിനെക്കാട്ടും കൂടുതൽ എനിക്കിതാ ഈ ആകാശം വീഡിയോ എടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആകാശം ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണം, നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. എനിക്കിവർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഇരിക്കും തോറും നമ്മുടെ കർമ്മയിൽ വന്ന നല്ല മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. വേറെ ഒന്നും ഇല്ല, പക്ഷേ എന്നാലും ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരിക്കും. ഭക്ഷണം ഓരോന്ന് ഫുഡ് കഴിക്കാനും ഇങ്ങനെ നടക്കാനും എല്ലാത്തിനും കേട്ടോ. അപ്പോൾ നമ്മളെ ചേട്ടനും നമ്മൾ സ്വത്തൂസും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. അപ്പോൾ ഇത് അവിടുത്തെ പാർക്കിലത്തെ കുട്ടികളെ ഇരുന്ന് കളിക്കുന്ന ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. പൈസ ഒന്നും വേണ്ട. അപ്പോൾ മക്കൾസിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് വീഡിയോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾസായ കാരണം കമൻറ്റ് ബോക്സ് ഓഫ് ആണ്ടൊക്കെ എത്തിയിട്ടാണ് ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ വോയിസ് കൊടുക്കണ്ടെന്ന് കരുതി. പിന്നെ അത് അവരെ എന്തെങ്കിലും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരില്ലെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.